ഈ ഗ്ലോബിങ്ങിനെ കറക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ ഗ്ലോബ് കറങ്ങാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇന്ന് നമുക്ക് ഒരുപാട് യാത്രാ സൗകര്യങ്ങളുണ്ട്. ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നൊരു സ്പെഷ്യൽ ആളെക്കുറിച്ചാണ്. അദ്ദേഹം ലോകം ഇന്ന് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലല്ല, ഷിപ്പിലല്ല, ട്രെയിനിലല്ല, ബസ്സിലല്ല, കാറോ അല്ലെങ്കിൽ സൈക്കിളിലോ അല്ല. ഈസ് ട്രോട്ടിങ് ദ വേൾഡ് ബൈ വാക്കിംഗ്. നടന്നുകൊണ്ട് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹിസ് നെയിം ഈസ് കാൾ ബുഷ്ബി. കാൾ ബുഷ്ബി ഒരു ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം 1998 ചിലിയിലെ പൂണ്ട അരീനാസിൽ തന്റെ യാത്ര തുടർന്നു. ലോകം മുഴുവൻ നടന്നു തീർക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച യാത്ര എന്ന് പറയുന്ന ഡാരിയൻ ഗ്യാപ്പ് എന്ന് അദ്ദേഹം പറയുന്നത്. മധ്യ അമേരിക്കയിലെ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ റോഡുകളില്ല, അവിടെ നിയമവ്യവസ്ഥകളില്ല, അവിടെ നിറയെ കാടാണ്, വിഷപ്പാമ്പുകളുടെ കാടാണ്, മരണതുല്യമായ യാത്രയാണ്. പക്ഷേ ഈ മനുഷ്യൻ ഈ ഡാരിയൻ ഗ്യാപ്പ് കടന്നു എന്നുള്ളതാണ്. ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രിപ്പ് എന്ന് അദ്ദേഹം പറയുക ബേറിംഗ് സ്ട്രെയിറ്റിലൂടെയുള്ള യാത്രയാണ്. ബേറിംഗ് കടലിടുക്ക് അപകടം പിടിച്ചൊരു കടലാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ മഞ്ഞുകാലം വരാൻ കാത്തിരുന്ന് ഈ കടൽ മുഴുവൻ കട്ട് ഐസായപ്പോൾ അതിന് മുകളിലൂടെ നടന്നാണ് ഈ മനുഷ്യൻ അലാസ്കയിൽ നിന്ന് റഷ്യയിലേക്ക് എത്തുന്നത്. ലോകത്ത് ആദ്യമായിട്ട് ഈ കടലെടുക്ക് നടന്ന് കടന്ന മനുഷ്യനാണ്. അപ്പം നടന്നാണല്ലോ ഇയാൾ ലോകം തീർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കടലെത്തുമ്പോൾ എന്ത് ചെയ്യും? ചില കടലുകൾ ഈ മനുഷ്യൻ കാസ്പിയൻ സീ പോലുള്ള സീ അദ്ദേഹം നീന്തിയാണ് കടന്നത്. ലിറ്ററലി ഈ മനുഷ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈസ് വാക്കിംഗ്. ഇപ്പോൾ ആ മനുഷ്യൻ 56 വയസ്സുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഹള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി 1500 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. 2026 ഈ വർഷം പകുതിയോടുകൂടി അദ്ദേഹം തൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുമെന്നാണ് കണക്ക്. എന്ന് പറയുമ്പോൾ 28 വർഷം കൊണ്ട് നടന്ന് ലോകം മുഴുവൻ നടന്നൊരു മനുഷ്യൻ. ഇത് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞത്, നമ്മൾ ഇന്നത്തെ ഗോസ്പലിൽ കാണുന്നത് ഇങ്ങനെ കാടും മേടും പുഴകളൊക്കെ കടന്നു വന്ന 3 രാജാക്കന്മാരെ കുറിച്ച് പറയാനാണ്. ഈശോയെ തേടി അവരെത്താണ്. വീടും നാടൊക്കെ ഉപേക്ഷിച്ച് അവരൊരു നക്ഷത്രം കാണിച്ച വഴിയിലൂടെ ദേ മേഡ് ആൻ അഡ്വഞ്ചറസ് ട്രിപ്പ് ടു ദ ക്രിബ്. പുതിയ നക്ഷത്രം കണ്ടു, പുതിയ വഴി കണ്ടു, പുതിയ രക്ഷകനെ കണ്ടു. ഈ മനുഷ്യർ എപ്പോഴാണ് സ്വന്തം വീടും നാടും വിട്ടൊക്കെ യാത്ര ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ്. മക്കളെ, പുതിയ വർഷമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്നറിയാമോ? നമ്മൾ യാത്ര ചെയ്യണം. വി ഷുഡ് ട്രാവൽ. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്, ദ വേൾഡ് ഈസ് എ ബുക്ക്. ഇഫ് യു ഡു നോട്ട് ട്രാവൽ യു റീഡ് ഓൺലി എ പേജ്. ഈ ലോകം ഒരു പുസ്തകമാണ്. നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിലൊരു പേജ് മാത്രമേ വായിക്കുന്നുള്ളൂ.